ഓച്ചിറക്കാർക്ക് ഓണം എന്നത് 28-ാം ഓണമാണ്. കാരണം അന്നാണല്ലോ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രമുറ്റത്ത് ചുവപ്പിലും വെളുപ്പിലും ഉടലൊരുങ്ങിയ നന്ദികേശന്മാർ എത്തുന്നത്. കണക്കും കരവിരുതും സമന്വയിച്ച വർണ്ണോത്സവം ഓണാട്ടുകരയുടെ കരുത്തിന്റെ കൂടി വിളംബരമാണ്. വെള്ളിയാഴ്ച രാവിലെ 8 മണിയോടെ കറ്റാനം കരയുടെ കെട്ടുകാളയാണ് പടനിലത്ത് ആദ്യമായി എത്തിയത്. ഓണാട്ടുകരയിലെ കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിൽപ്പെട്ട 52 കരകളിൽ നിന്നായി ചെറുതും വലുതുമായ 170ഓളം കെട്ടുകാളകളാണ് പടനിലത്ത് അണിനിരന്നത്. സ്വർണത്തിലും വെള്ളിയിലും വെങ്കലത്തിലും നിർമ്മിച്ച ചെറുകെട്ടുകാളകൾ ഇക്കുറിയും ഭഗവാന്റെ തിരുസന്നിധിയിൽ എത്തിയിരുന്നു. അഡ്മിനിസ്ട്രേറ്റർ ജസ്റ്റിസ് കെ രാമകൃഷ്ണൻ, ക്ഷേത്ര ഭാരവാഹികളായ റിട്ടയേർഡ് ജില്ലാ ജഡ്ജി MS മോഹനചന്ദ്രൻ, രമണൻ പിള്ള, ASP കുറുപ്പ് എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ച് പരബ്രഹ്മ സന്നിധിയിലേക്ക് ആനയിച്ചു. തൊട്ടു പിന്നാലെ ചെറുതും വലുതുമായ കെട്ടുകാളകൾ പടനിലത്ത് എത്തിത്തുടങ്ങി. രാത്രി 8 മണിയോടെ ഏറ്റവും വലിയ കെട്ടുകാളയായ ഞക്കനാൽ പടിഞ്ഞാറേക്കരയുടെ വിശ്വപ്രജാപതി കാലഭൈരവൻ പടനിലത്ത് എത്തി. കാലഭൈരവന് പിന്നാലെ വമ്പൻ കെട്ടുകാളകൾ ഓച്ചിറ പടനിലത്തേക്ക് പ്രവേശിക്കാൻ തുടങ്ങി. ശനിയാഴ്ച പുലർച്ചെ വരെ കെട്ടുകാളകൾ പടനിലത്തേക്ക് എത്തിക്കൊണ്ടേയിരുന്നു. ചെറുകെട്ടുകാളകൾ കിഴക്കും പടിഞ്ഞാറും ആൽത്തറയിലും എട്ടുകണ്ടത്തിലും തകിടുകണ്ടത്തിലും ഓംകാര സത്രത്തെ മുൻവശത്തും വലം വെച്ച ശേഷം നിശ്ചയിച്ച സ്ഥലത്ത് നിലയുറപ്പിച്ചു. വലിയ കെട്ടുരുപ്പടികൾ അന്നദാന മന്ദിരത്തിനു മുന്നിലും പരബ്രഹ്മ ഓഡിറ്റോറിയത്തിന്റെ വശങ്ങളിലുമായി അണിനിരന്നു. വാദ്യമേളങ്ങളും വിവിധ തരം ശില്പങ്ങളും ഫ്ലോട്ടുകളുമെല്ലാം ചരിത്രപ്രസിദ്ധമായ കാളകെട്ട് ഉത്സവത്തിന് മാറ്റുകൂട്ടി. തിങ്കളാഴ്ച വരെ കെട്ടുകാളകളെ കാണാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് യോഗനാഥം ന്യൂസ്.